ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരിടത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളെ മുഴുവൻ തടഞ്ഞു നിർത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വർഷത്തിൽ ഒരു ഒറ്റ ദിവസം മാത്രം സ്വർഗം ഭൂമിയിലേക്ക് പൂർണ്ണമായി തുറന്നു വയ്ക്കുന്ന ഏറ്റവും വലിയൊരു വാതിലുണ്ട്. ചോദിക്കുന്നത് എന്തും നൽകാൻ ഈശോ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈശോ മാത്രമല്ല കാത്തിരിക്കുന്നത്, അന്ധകാരത്തിൻ്റെ ശക്തികളും ഈ ദിവസം കാത്തിരിക്കുന്നു. വചനം ഇങ്ങനെയാണ്: സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ഒഴുകാൻ പോകുന്ന ആ വലിയ അനുഗ്രഹം തടയാൻ വേണ്ടി പിശാച് വളരെ നിശബ്ദമായി നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ ആത്മാവിലും ചില കാര്യങ്ങൾ നട്ടുവളർത്തുന്നുണ്ട്. കാരണം കരുണയുടെ വാതിലിലെത്തുമ്പോൾ നിങ്ങളത് അകത്തുനിന്ന് പൂട്ടിയിരിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാച് ഒരുക്കമില്ലാത്തവരെ ഭയപ്പെടുന്നില്ല. തനിക്കെതിരെ വരുന്നത് മുൻകൂട്ടി കണ്ട് ആയുധമെടുക്കുന്ന പോരാളിയെയാണ് അവൻ ഭയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഒരു പോരാളിയാകാൻ പോകുകയാണ്. ദൈവകരുണയുടെ തിരുനാളിന് മുൻപ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പിശാചിനെ എങ്ങനെ പടിയിറക്കി വിടാമെന്നും ആണ് അടുത്ത കുറച്ചു മിനിറ്റുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടുകളിൽ അകാരണമായ ദേഷ്യം, യാതൊരു കാരണവുമില്ലാതെ പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥ, ഭയം എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഭവനം ദൈവത്തിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കാൻ താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ ഭവനത്തെ വിശുദ്ധീകരിക്കാൻ സഹായിക്കണമേ. നിങ്ങളുടെ ഈ ഒറ്റ വരി അന്ധകാര ശക്തികൾക്കെതിരെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ മുഴക്കുന്ന ആദ്യത്തെ വിജയ പ്രഖ്യാപനമാണ്. ഒന്നാമതായി, ശരിക്കും എന്താണ് ഈ ദൈവകരുണയുടെ തിരുനാൾ? ആ ദിവസം എൻ്റെ കാരുണ്യത്തിൻ്റെ സകല ആഴങ്ങളും തുറക്കപ്പെടും. എൻ്റെ കരുണയുടെ ഉറവയെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ കൃപയുടെ ഒരു വലിയ സമുദ്രം തന്നെ വർഷിക്കും. അന്ന് യഥാർത്ഥമായി പശ്ചാത്തപിച്ച് തെറ്റുകൾ ഏറ്റുപറയുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ സകല പാപങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18 ദൈവം പറയുന്ന ആ വലിയ വാഗ്ദാനം അന്ന് പൂർത്തിയാകും. നിങ്ങളുടെ പാപങ്ങൾ അത് കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. മാമോദിസ മുങ്ങിയ അന്ന് നിങ്ങളുടെ ആത്മാവ് എത്രമാത്രം ശുദ്ധമായിരുന്നോ, അതുപോലെ രണ്ടാമതൊരു മാമോദിസ സ്വർഗം നിനക്ക് നൽകും. എന്നാൽ ഇത്രയും വലിയൊരു അനുഗ്രഹം സ്വർഗം തുറന്നു വയ്ക്കുമ്പോൾ പിശാച് വെറുതെ നോക്കി നിൽക്കുമോ? സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഒരു വലിയ ദൈവാനുഗ്രഹം കിട്ടാൻ പോകുന്ന കുടുംബങ്ങളെയാണ് പിശാച് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു കാര്യം നടക്കുന്നതിന് മുൻപ് പെട്ടെന്ന് ഒരു വഴക്കുണ്ടാകും. അന്ന് യാതൊരു കാരണവുമില്ലാതെ വലിയൊരു ദേഷ്യം വരും. ഇതൊന്നും വെറും യാദർച്ഛികമല്ല. സ്വർഗം നൽകുന്ന ആ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ പിശാച് കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു യുദ്ധമാണിത്. ഈ ദൈവകരുണയുടെ ഞായറാഴ്ചയ്ക്ക് മുൻപായി പിശാച് നിങ്ങളുടെ വീടുകളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ക്ഷമിക്കാത്ത ഹൃദയം. ആദ്യത്തെ ആയുധം നിങ്ങളെ തകർത്ത ഒരാളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച കഠിന ഹൃദയമാണ്. മത്തായി 6:15 ഈശോ വ്യക്തമായി പറയുന്നു: മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവാത്ത ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കാരണം മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു ഹൃദയത്തിലേക്ക് ദൈവകൃപ ഇറങ്ങില്ല.
2 അന്ധവിശ്വാസങ്ങളും പൈശാചിക വസ്തുക്കളും. ദൈവം പറയുന്നു, വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. പല വീടുകളിലും ഭംഗിക്ക് വേണ്ടി വാങ്ങിവെച്ചിരിക്കുന്ന അന്യമതസ്ഥരുടെ ആരാധനാ വസ്തുക്കളോ രാശിചക്രങ്ങളോ ദുർമന്ത്രവാദങ്ങളുമായി ബന്ധപ്പെട്ട രൂപങ്ങളോ ഉണ്ടാകാം. ഇത്തരം സാധനങ്ങൾ വീട്ടിലിരുന്ന് വലിയൊരു അന്ധകാരത്തെ ആകർഷിക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമതായി, ഏറ്റുപറയാത്ത പാപങ്ങൾ. വചനം വ്യക്തമായി പറയുന്നു, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നിങ്ങളുടെ വീട്ടിനുള്ളിൽ പുറത്തു പറയാത്ത അഡിക്ഷനുകൾ, രഹസ്യബന്ധങ്ങൾ, കടുത്ത പക, ഈ തുറന്ന മുറിവുകളിലൂടെയാണ് പിശാച് വീണ്ടും വീണ്ടും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. നാലാമതായി, കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നിർണായക പടികൾ. ഈശോ പറയുന്നു, ഒരു പിശാചിനെ പുറത്താക്കിയാൽ വീട് വെറുതെ കിടക്കുന്നത് കണ്ടാൽ അവൻ മറ്റ് 7 പിശാചുകളെയും കൂട്ടി തിരികെ വരുമെന്ന്. അതുകൊണ്ട് വീട് വെറുതെ ഇടാൻ പാടില്ല. അവിടെ നമ്മൾ കോട്ടകൾ പണിയണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1. യഥാർത്ഥമായ തെറ്റ് ഏറ്റുപറച്ചിൽ. 20 മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ വലിയ പാപങ്ങളെല്ലാം നെഞ്ചുരുകി ദൈവത്തോട് ഏറ്റുപറയുക. അതുപോലെ തന്നെ വായ തുറന്ന് ക്ഷമിക്കുക. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് വായ തുറന്ന് ശബ്ദത്തിൽ പറയുക, കർത്താവേ, എന്നെ വേദനിപ്പിച്ച ആ വ്യക്തിയോട് ഞാൻ പൂർണ്ണമായും ക്ഷമിക്കുന്നു. ഈശോ കുരിശിൽ കിടന്ന് ക്ഷമിച്ചതുപോലെ നീതിമാനാകുക. 3. വീട് വൃത്തിയാക്കലും വീടിനെ ശുദ്ധമാക്കുന്ന പ്രാർത്ഥനകളും. അന്ധവിശ്വാസങ്ങളുള്ള സകല സാധനങ്ങളും എടുത്തുമാറ്റി കത്തിച്ചു കളയുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവായ യേശുവേ, ഈ ഭവനത്തിൻ്റെ നാഥൻ അങ്ങാണ്. ഈ ഭവനത്തെ പിശാചിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ. 4. പേര് ചൊല്ലിയുള്ള പ്രാർത്ഥന. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിർത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥന ഓരോ വ്യക്തിക്ക് ചുറ്റും പിശാചിന് കടക്കാൻ കഴിയാത്ത ഒരു വലിയ കോട്ട പണിയുകയാണ്. സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു അത്ഭുതം നടക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാതിലുകൾ സ്വർഗത്തിനു മുൻപിൽ മലർക്കെ തുറന്നിടുക. ഈശോയെ, അങ്ങയുടെ അനന്തമായ കരുണയെക്കുറിച്ചും ഞങ്ങളുടെ വീടുകളിൽ ഒളിച്ചിരിക്കുന്ന തിന്മയെക്കുറിച്ചും ഈ സമയം എന്നെ ബോധ്യപ്പെടുത്തിയതിൽ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി മാറ്റണമേ. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി അവിടുന്ന് നന്ദി പറയുന്നു. കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഭവനങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.